പലരും തിരഞ്ഞെടുത്തിട്ടില്ലാത്തതും പലരും സഞ്ചരിച്ചിട്ടില്ലാത്തതുമായ ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തതും നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഇസ്ലാമിന്റെ മൗലികമായ പ്രശ്നങ്ങളാണ്. ആ മൗലികമായ പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും ഈ സമുദായം ചെന്നെത്തിയിട്ടില്ല, ഈ സമുദായത്തിന്റെ സംഘടനകൾ ചെന്നെത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അതിനനുസരിച്ച് ജീവിച്ച സഹാബികൾ, അവരുടെ ജീവിതം, അതാണ് നമ്മുടെ മാതൃക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർത്തു പറഞ്ഞത്, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഉർ റാഷിദീനൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെയും എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെയും മാർഗം, ഖലീഫമാരുടെ മാർഗം, സഹാബത്തിന്റെ മാർഗം, മാന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ജീവിച്ച പോലെ നിങ്ങൾ ജീവിക്കണം, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. അപ്പോൾ തീർച്ചയായും സഹാബികളാര്, അവരുടെ ത്യാഗം എന്താണ്, അവരുടെ ജീവിതം എന്താണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് ആരാണ്? അദ്ദേഹം അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ സഹോദരനാണ്. അലി റളിയല്ലാഹുവിന്റെ സഹോദരൻ ജഅഫർ ബിൻ അബി ത്വാലിബ്, ഈ ജഅഫർ ബിൻ അബി ത്വാലിബ് നജാശിയുടെ കൊട്ടാരത്തിൽ ചെന്നു. അദ്ദേഹത്തിന്റെ കൂടെ മുസ്ലിങ്ങളായിട്ട് കുറച്ചാളുകളുമുണ്ട്. ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ മക്കത്ത് കഠോരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണവർ. ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നവർ, ദുഃഖങ്ങളും ആകുലതകളും നെഞ്ചോട് നെഞ്ചേറ്റിയവർ, ജനിച്ച നാടും വീടും നഗരവും വിട്ട് യാത്ര തിരിക്കേണ്ടി വന്നവർ, മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിനാഥൻ ഏകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായവർ, സംരക്ഷിക്കാൻ ആളുകളില്ലാതെ മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന മണൽത്താരയുടെ വലിച്ചേക്കപ്പെട്ട് ശരീരത്തിന്റെ രോമകൂപങ്ങൾ കരിഞ്ഞു മണക്കുന്നത് സ്വന്തമാക്കിയിട്ട് ആസ്വദിച്ചവർ, അങ്ങനെയുള്ള സഹാബികൾ. ആ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി പ്രകാരം എത്യോപ്യയിലേക്ക് യാത്ര തിരിച്ചു. അമുസ്ലിമായ ഭരണാധികാരി, ക്രിസ്ത്യാനിയായ ഭരണാധികാരി, നജാശി എന്ന ഹൃദയശുദ്ധിയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെന്നു. സഹോദരങ്ങളെ, അവിടെ ചെന്നിട്ട് ജഅഫർ റളിയല്ലാഹു അൻഹുവോട് നജാശി രാജാവ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങളുടെ പ്രത്യേകത? എന്താണ് നിങ്ങളുടെ പുതുമ? ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ഹ്രസ്വമായ പരിചയപ്പെടുത്തൽ, രാജാവിന്റെ കൊട്ടാരത്തിൽ മുസ്ലിങ്ങൾ ആരാണ് എന്ന ഹ്രസ്വമായ ഒരു പരിചയപ്പെടുത്തൽ. ഞങ്ങൾ പ്രവാചകന്റെ വരവിന് മുമ്പ് ഞങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു, ഞങ്ങൾ ശവന്തീനികളായിരുന്നു, പെൺകുട്ടികളോട് അതിക്രമം കാണിച്ചവർ, കൊള്ളയും കൊലയും ബലാത്സംഗവും മദ്യപാനവും വ്യഭിചാരവും സാർവത്രികമായിരുന്നു ഞങ്ങൾക്കിടയിൽ. അങ്ങനെ അല്ലാഹു ഞങ്ങൾക്കിടയിൽ ഒരു പ്രവാചകനെ നിയോഗിച്ചു, ഒരു പ്രവാചകനെ. ആ പ്രവാചകൻ ഞങ്ങൾക്കിടയിൽ പ്രകാശമായിരുന്നു. കുറച്ചുകൂടി ഇങ്ങോട്ട് ഇരുന്നോട്, ആളുകൾ വന്നിട്ട് അവിടെ പ്രയാസപ്പെടാതിരിക്കാൻ കുറച്ചും ഇങ്ങോട്ട് നീങ്ങി കൊടുക്കും. പള്ളിയുടെ പരിമിതമായ സൗകര്യം, ഇരുത്തം ഒക്കെ പ്രയാസമാണ്. വിഷയം അത്ര മഹത്വരമായതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക, കുറച്ചുകൂടെ ഇങ്ങോട്ട് അടുത്തിരിക്കുക. പിന്നെ അവിടുന്ന് വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് തന്നെ സദസ്സിലേക്ക് വരുന്ന ആളുകൾക്ക് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നാണ് ഖുർആനിലെ ഒരു വചനം. ലോകത്ത് വേറൊരു വേദഗ്രന്ഥത്തിലും അങ്ങനെ കാണില്ല. ഒരു സദസ്സിലിരിക്കുമ്പോൾ പോലും നിങ്ങൾ വരുന്നവർക്ക് സദസ്സ് വികസിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആയത്തുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അത്ര മഹോന്നതമായ ഒരു വേദഗ്രന്ഥത്തിന്റെ അനുയായികളാണ് നമ്മൾ. മാത്രമല്ല, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫാ കഅന്നഹും ബുനിയാനും മർസൂസ്, അടുത്ത് ഇടപഴകുന്ന ഇഷ്ടികകളെ പോലെ, ഒരു കെട്ടിടം പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒത്തൊരുമിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അവന്റെ മാർഗത്തിൽ പടപൊരുതുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നമ്മൾ എങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒന്നാണെന്നുള്ളൊരു ബോധം തന്നെ ഉണ്ടാവുക, ഹൃദയത്തിലൊരു ഐക്യം തന്നെ ഉണ്ടാവുക. അകൽച്ചയാണല്ലോ സത്യത്തിൽ ഒരു ഗ്ലോബൽ വില്ലേജ്, ആഗോള ഗ്രാമസങ്കല്പം എന്നൊക്കെ നമ്മൾ പറയെങ്കിലും മനുഷ്യന്റെ മനസ്സ് വളരെ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടിലാണ്. ലോകം മുഴുവനും ഒരു വെൾത്തുമ്പിൽ അല്ലെ ഒരു ഗ്ലോബലായിട്ട് ഒക്കെ കാണാം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് അല്പമൊക്കെ അടുത്തിരിക്കുമ്പോൾ കാലുകൾ തന്നെ പരസ്പരം ചേർത്ത് വെക്കും. എന്താ ഉണ്ടാവുക അല്ലേ? വല്ലാത്തൊരു ബന്ധം, സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, നമ്മൾ ഒന്നാണെന്ന ബോധം. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ് ഇന്ന റബ്ബുക്കും വാഹിദ് ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും മിൻ ആദം. നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്, നിങ്ങളൊക്കെ സഹോദരങ്ങളാണ് അല്ലേ? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ,
ഖുർആനിലെ 49-ാം അധ്യായം 10-ാമത്തെ സൂക്തം. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്, പരസ്പരം ബന്ധപ്പെട്ടവരാണ്. ഒരു ചീർപ്പിലെ പല്ലുകളെ പോലെ അല്ലേ, ഇഷ്ടികകൾ ഒന്നൊന്നിനുമീതെ അടുക്കി വെച്ച പോലെ. എന്തൊരു ഉപമയാണ്, എന്തൊരലങ്കാരമാണ്. ഒരവയവത്തിന് രോഗം വന്നാൽ ശരീരം മുഴുവനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പോലെ, പനി ബാധിക്കുന്ന പോലെ ഒരു വിശ്വാസിക്കൊരു പ്രയാസമുണ്ടായാൽ നിങ്ങളെ എല്ലാവരെയും അത് ദുഃഖിപ്പിക്കണമെന്നും പറഞ്ഞു. ഞാനൊരൽപ്പം വഴിവിട്ട് സഞ്ചരിച്ചു എന്നർത്ഥം. പറഞ്ഞത് സഫുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതിന്റെ കൂട്ടത്തിലാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ ജഅഫർ ബിൻ അബി താലിബ് നജാശിയുടെ കൊട്ടാരത്തിൽ പറഞ്ഞു, ഞങ്ങൾ എല്ലാവിധ തിന്മയിലുമായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ ഒരു പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. വിശുദ്ധ ഖുർആനിന്റെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 45-46 സൂക്തങ്ങളാണ്. എന്താ പറഞ്ഞതിനർത്ഥം? യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ, അങ്ങ് ആദ്യമായി ജനങ്ങൾക്ക് സാക്ഷിയാണ്, മാതൃകയാണ്. ഏതൊരാദർശത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുവോ ആ ആദർശത്തിന് അങ്ങ് മാതൃകയാണ്. അങ്ങനെയുള്ള ഒരു സമുദായം, അങ്ങനെയുള്ള ഒരു സമൂഹം. എന്നിട്ട് പറഞ്ഞു, നരകത്തിനെ കുറിച്ചുള്ള ദുഃഖവാർത്തയും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും അറിയിക്കുക, അതാണ് അങ്ങയുടെ ഡ്യൂട്ടി. മൂന്നാമതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദാഇയൻ ഇലല്ലാഹ് ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിലേക്ക് മാനവരാശിയെ നയിക്കുന്ന പ്രകാശഗോപുരമായ ഒരു ലൈറ്റ് ഹൗസ് പോലെ, ആളുകൾക്ക് വഴി കാണിക്കുന്ന, ആളുകളെ ഇരുട്ടിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അതായിരുന്നു ആ നബി. അതാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീകളെ മാനിക്കുന്ന എല്ലാം വിട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സഹാബികളിലേക്ക് നബി തിരിഞ്ഞിരിക്കും ഇടക്കൊക്കെ. എന്നിട്ട് ചോദിക്കും, ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും വല്ല നല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ എന്ന് നബി ചോദിക്കും. പിന്നീടൊക്കെ റസൂലുള്ളാഹി ചോദിക്കും, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥ ഒന്ന് പറയാമോ? ഗതകാല സ്മരണകൾ, ഒരു ഓർമ്മ, ഒരഴവറക്കൽ, ഒരു പാഠം, ഒരു ഈമാനികമായ ചൈതന്യം. അങ്ങനെ നബി ചോദിച്ച കൂട്ടത്തിൽ ഒരു സഹാബി പറഞ്ഞു, നബിയേ, എനിക്കിന്നും അത് ഓർക്കാൻ വയ്യ.